ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. ഈ വരാൻ പോകുന്ന പരീക്ഷകളുണ്ടല്ലോ, കുറേ പരീക്ഷകൾ വരാനിരിക്കുന്നുണ്ട്. ആ പരീക്ഷകളിൽ വരാൻ സാധ്യതയുള്ള ഏകദേശം ഒരു 100ഓളം ക്വസ്റ്റ്യൻ, 80ഓളം ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനുകളാണ് നമ്മളിന്ന് ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. ചർച്ച ചെയ്യുകയല്ല, നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു PYQ വേണം, കുറേ PYQ വേണം, ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണം, അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് എഴുതണം. ഒരു മോക്ക് ടെസ്റ്റ് പോലെ നമുക്കിതൊന്ന് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും OMR ഷീറ്റിൽ ആൻസർ ചെയ്തു പോവുക. എത്ര മാർക്കാണ് കിട്ടുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇടയ്ക്ക് ഞാൻ 1-2 ക്വസ്റ്റ്യൻ ചോദിക്കും, അത് നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്നാണ്? LIC എന്ന് പറയൂലേ, അത് എന്നാണ് സ്ഥാപിതമായത് എന്നതാണ് ചോദ്യം. അപ്പോൾ LIC സ്ഥാപിതമായ വർഷം നമുക്ക് ആൻസർ മാത്രം പറഞ്ഞു പോവുകയാണ്. 1956 സെപ്റ്റംബർ 1-ാം തീയതിയാണ് LIC സ്ഥാപിതമായത്. അപ്പം അതിൻ്റെ കൂടെ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ അതിനോടൊപ്പം പഠിക്കുക. ഓക്കെ, അപ്പോൾ LIC സ്ഥാപിതമായ വർഷം 1956 സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം ഏതായിരുന്നു? ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എന്ന് പറയുന്നത് പുതുച്ചേരി ആയിരുന്നു. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. കിത്തൂർ ചെന്നമ്മ അല്ലെ, ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭം നയിച്ചത് എവിടെയായിരുന്നു? കർണാടകയിലാണ് അവർ ജനിച്ചത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഝാൻസി റാണിക്ക് പോലും എന്താ പറയുക, ഒരു പ്രചോദനം നൽകിയ ഒരു വ്യക്തിയായിരുന്നു കിത്തൂർ ചെന്നമ്മ. അവിടെ ഒരു പ്രാദേശിക നാടിൻ്റെ റാണിയായിരുന്നു കിത്തൂർ എന്ന് പറയുന്നത് കർണാടക ജില്ലയിലാണ്. അപ്പോൾ എവിടെയാണ് അവർ എന്ത് ചെയ്ത് പ്രക്ഷോഭം നയിച്ചത് എന്നതാണ് ചോദ്യം. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് കർണാടകയിലാണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പം 3 ചോദ്യങ്ങൾ, നല്ല 3 ചോദ്യങ്ങൾ കിട്ടി. നാലാമത്തെ ചോദ്യം: നാനാ സാഹിബ്, താന്തിയ തോപ്പി എന്നിവർ 1857 കലാപം നയിച്ചത് എവിടെയാണ്? നാലാമത്തെ ചോദ്യമാണ്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കറിയാം. ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരം, ശിപായി ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന 1857 കലാപം, ഈ പറയുന്ന നാനാ സാഹിബും താന്തിയ തോപ്പിയൊക്കെ അത് അവർ കലാപം നയിച്ചത് കാൺപൂരിലാണ്. ഓക്കെ, അടുത്ത 5-ാമത്തെ ചോദ്യത്തിലേക്ക്. സത്യശോധക സമാജ് സ്ഥാപിച്ചത് ആരാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് ആൻസർ ചെയ്യാം. ജ്യോതിറാവു ഫുലെയാണ് സത്യശോധക സമാജ് സ്ഥാപിച്ചത്. മിതവാദ ദേശീയതയുടെ നേതാക്കൾ ആരെല്ലാമായിരുന്നു എന്നതാണ് ചോദ്യം. ഇവിടെ ദാദാഭായ് നവറോജിയുണ്ട്, ഗോപാലകൃഷ്ണ ഗോഖലെയുണ്ട്, ലാലാ ലജ്പത് റായ് ഉണ്ട്, അതുപോലെ തന്നെ ഫിറോസ് ഷാ മേത്തയുണ്ട്. ആരായിരുന്നു മിതവാദ ദേശീയതയുടെ നേതാക്കൾ? അതിൽ ലാലാ ലജ്പത് റായ് നമുക്ക് എല്ലാവർക്കും അറിയാം, തീവ്രവാദ ദേശീയതയുടെ വക്താവായിരുന്നു. ബാക്കി എല്ലാവരും അതായത് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, ഇതെല്ലാം മിതവാദ ദേശീയതയുടെ നേതാക്കളായിരുന്നു. എന്നാൽ ലാലാ ലജ്പത് റായ് അങ്ങനെയല്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 7-ാമത്തെ ചോദ്യമാണ്: സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനായി ലേനക്കരാർ തയ്യാറാക്കിയത് ആരെല്ലാം ചേർന്നിട്ടാണ് ലേനക്കരാർ തയ്യാറാക്കിയത്? ഉത്തരം സർദാർ പട്ടേലും VP മേനോനും ചേർന്നിട്ടാണ് ലേനക്കരാർ തയ്യാറാക്കിയത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതെന്താ പറയുക, നമുക്ക് മാറ്റി നിർത്തിയിട്ട് ഒരു പരീക്ഷ എഴുതാൻ പറ്റത്തില്ല, അത്ര ഇമ്പോർട്ടൻ്റാണ്. തന്നിരിക്കുന്നവയിൽ ഇന്ത്യ പാക് വിഭജനം പ്രമേയമാകുന്ന സാഹിത്യ കൃതികൾ ഏതെല്ലാമാണ്? മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അതും ഈ പറയുന്ന പോലെ ഇന്ത്യ പാക് വിഭജനം പ്രമേയമാകുന്ന ഒരു കൃതിയാണ്. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, ട്രെയിൻ ടു പാകിസ്ഥാൻ, അതുപോലെ തന്നെ ദ അതർ സൈഡ് ഓഫ് സൈലൻസ്, ഇതെല്ലാം തന്നെയും ഇന്ത്യ പാക് വിഭജനത്തെ ആസ്പദമാക്കിയുള്ള സാഹിത്യ കൃതികളാണ്. ഇതെല്ലാം ശരിയാണ്, പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്തുള്ള എല്ലാ ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് 9-ാമത്തെ ചോദ്യമാണ്. 9-ാമത്തെ ചോദ്യം: പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം 1961. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1961 പോർച്ചുഗീസിൻ്റെ അധീനതയിലുണ്ടായിരുന്ന എല്ലാ പ്രദേശങ്ങളും എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കപ്പെട്ടത്. അടുത്തത് 10-ാമത്തെ ചോദ്യം: ഹോമി ജഹാംഗീർ ഭാഭ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനം ഏതാണ് ചോദ്യം. ഉത്തരം എന്ന് പറയുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്. ഹോമി ജഹാംഗീർ ഭാഭ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനത്തിൻ്റെ പേരാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്. അടുത്തത് 11-ാമത്തെ ചോദ്യം. 11
ജുഡീഷ്യറിയെ നിയന്ത്രിക്കാൻ പാർലമെന്റിന് സാധിക്കുന്ന മാർഗത്തിന് ഉദാഹരണം ഏതാണ്? ഉത്തരം ഇംപീച്ച്മെന്റ്. ജുഡീഷ്യറിയെ നിയന്ത്രിക്കാൻ പാർലമെന്റിന് സാധിക്കുന്ന മാർഗത്തിന് ഉദാഹരണമാണ് ഇംപീച്ച്മെന്റ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 12ാമത്തെ ചോദ്യം. 12. ഇന്ത്യയിൽ ഭരണഘടനാപരമായി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ 3 ശാഖകൾക്കിടയിൽ വിഭജിച്ച് നൽകിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഓക്കെ, 12ാമത്തെ ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിനകത്ത് 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കൂ. അധികാര കേന്ദ്രീകരണം ഒഴിവാക്കാൻ, സ്വേച്ഛാധിപത്യ പ്രവണതകൾ തടയാൻ, ജനാധിപത്യം പരിപാലിക്കാൻ. ഇന്ത്യയിൽ ഭരണഘടനാപരമായി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ 3 ശാഖകൾക്കിടയിൽ വിഭജിച്ച് നൽകിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതെല്ലാം ശരിയാണ്. അതായത് 1, 2, 3 ശരിയാണ്. 1, 2, 3 ശരിയാണ്. 3 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. ഇത് 3 ശരിയാണ്. 13ാമത്തെ ചോദ്യം. ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തു പകരുന്ന അധികാരം ഏതാണ്? അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ റിട്ടുണ്ട്, ഉദ്ഭവാധികാരമുണ്ട്, പുനരവലോകന അധികാരമുണ്ട്, അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരമുണ്ട്. അതായത് ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന ചുമതല നിർവഹിക്കാൻ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്ത് പകരുന്ന അധികാരമാണ് പുനരവലോകന അധികാരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 14ാമത്തെ ചോദ്യം. ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടുപിടിക്കണം. നോക്കൂ. ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ രാഷ്ട്രപതിയാണ്. ശരിയായ പ്രസ്താവനയാണ്. രാജ്യത്തെ ഭരണത്തലവൻ പ്രധാനമന്ത്രിയാണ്. ശരിയാണ്. സ്ഥിരകാര്യ നിർവഹണ വിഭാഗം എന്നറിയപ്പെടുന്നതാണ് ഉദ്യോഗസ്ഥ വൃന്ദം. ശരിയാണ്. എന്നാൽ നാമമാത്ര എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി. അത് തെറ്റാണ്. ഓക്കെ, അതായത് ഇവിടുത്തെ ആൻസർ വരുന്നത് ഡി ആണ്. ഓക്കെ, തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇനി 15ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഭരണഘടനയുടെ സംസ്ഥാന ലിസ്റ്റിലെ വിഷയം ഏതാണ്? ഭരണഘടനയുടെ സംസ്ഥാന ലിസ്റ്റിലെ വിഷയമാണ് തദ്ദേശ സ്വയംഭരണം. തദ്ദേശ സ്വയംഭരണം. അപ്പോൾ ആ ലിസ്റ്റുകൾ പഠിക്കണം. അടുത്തത്, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 17ാമത്തെ ചോദ്യം. 17. കാർഷിക കാലമായ സെയ്തിയിൽ വിളയിറക്കുന്ന പ്രധാന ഇനങ്ങൾ ഏതെല്ലാമാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ പഴങ്ങൾ വിളയിറക്കാറുണ്ട്. ഓക്കെ, വിളയിറക്കുന്ന പ്രധാന കാർഷിക കാലമായ സെയ്തിയിൽ വിളയിറക്കുന്നത് പഴങ്ങൾ വരാറുണ്ട്. അതേപോലെ പച്ചക്കറികൾ വരാറുണ്ട്. പയറുവർഗ്ഗങ്ങൾ വരാറില്ല. കാലിത്തീറ്റ ഇനങ്ങൾ വരാറുണ്ട്. അതായത് പയറുവർഗ്ഗങ്ങൾ വരാറില്ല. അപ്പോൾ ശരിയായ ഉത്തരം 1, 2, 4 മാത്രമാണ് ശരി. അപ്പോൾ സെയ്തിയിൽ വിളയിറക്കുന്ന പ്രധാന ഇനങ്ങളാണ് പഴങ്ങൾ, പച്ചക്കറികൾ, അതേപോലെ കാലിത്തീറ്റ ഇനങ്ങൾ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത 18ാമത്തെ ചോദ്യത്തിലേക്ക്. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗം ഏതിനം ലാവാശിലകളാൽ നിർമ്മിതമാണ്? 18. ഏതിനം ലാവാശിലകൾ കൊണ്ടാണ് ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗം? ഓക്കെ, അപ്പം അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബസാൾട്ട്. ബസാൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിരവധി പരീക്ഷകളിൽ ഈ ഒരു ചോദ്യത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബസാൾട്ട് എന്നതാണ് ശരിയായ ഉത്തരം. ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ശരിയല്ലാത്തത്, ബസാൾട്ട് ശില പൊടിഞ്ഞാണ് കറുത്ത മണ്ണ് രൂപപ്പെടുന്നത്. മണ്ണിൻ്റെ രൂപീകരണവുമായിട്ട് നമ്മൾ കുറേ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബസാൾട്ട് ശില പൊടിഞ്ഞിട്ടാണ് കറുത്ത മണ്ണുണ്ടാകുന്നത്. ശരിയാണ്. അതേപോലെ ശരിയല്ലാത്തത് നോക്കണം. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ പ്രധാന മണ്ണ് കറുത്ത മണ്ണാണ്. ശരിയാണ്. റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നതും കറുത്ത മണ്ണാണ്. ഫലപുഷ്ടിയും ജലസംഭരണ ശേഷിയും കുറഞ്ഞതാണ്. അല്ല, ഈ ഫലപുഷ്ടിയുള്ള, അപ്പോൾ ഇത് തെറ്റാണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. നമ്മുടെ ഇവിടുത്തെ തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഡി ആണ്. കറുത്ത മണ്ണിൻ്റെ പ്രത്യേകതകളെല്ലാം നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. കറുത്ത മണ്ണുകൾ എന്ന് പറഞ്ഞാൽ ബസാൾട്ട് ശില പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ്. ഭയങ്കരമായിട്ട് ഫലപുഷ്ടി ഉള്ളതാണ്. ഇവിടെ ഫലപുഷ്ടി ഇല്ലെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം തെറ്റാണ്. ഓക്കെ, അപ്പോൾ 20ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. പശ്ചിമഘട്ടത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത വിവരം ഏതാണ്? ഓക്കെ, ആന്ധ്ര, ഒഡീഷ സംസ്ഥാനങ്ങളിൽ പൂർവ്വഘട്ടം എന്നറിയപ്പെടുന്നു. അത് തെറ്റാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ശരിയാണ്. കർണാടക, തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നറിയപ്പെടുന്നു. ശരിയാണ്. മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നറിയപ്പെടുന്നു. ശരിയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ആന്ധ്ര, ഒഡീഷ സംസ്ഥാനങ്ങളിൽ പൂർവ്വഘട്ടം അങ്ങനെ പറയുന്നത് തെറ്റാണ്. ഓക്കെ, പൂർവ്വഘട്ടം വേറെയാണ്. ഇനി അടുത്തത്, കിൻഫ്രയുടെ കീഴിലുള്ള ഹൈടെക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കിൻഫ്രയുടെ കീഴിലുള്ള ഹൈടെക് പാർക്ക് നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യം ഉത്തരം കളമശ്ശേരി. കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സുകളും ഫോളോ ചെയ്യുക. പല ചോദ്യങ്ങളും നമ്മൾ മറ്റുള്ള ക്ലാസ്സുകളിൽ കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്.
കേരളത്തിലെ വ്യാവസായിക സംരംഭങ്ങൾക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്ന സ്ഥാപനം ഏതാണ്? ഇതാണ് ചോദ്യം. ശരിയായ ഉത്തരം കിൻഫ്രയാണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 23ാമത്തെ ചോദ്യം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം നമുക്ക് പറയാം. ഇടുക്കിയല്ല. ഏതാണ് ഉത്തരം? ശബരിഗിരിയാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി. ഓക്കെ, അടുത്ത 24ാമത്തെ ചോദ്യം. ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി, അല്ലെങ്കിൽ അനർട്ട് എന്ന് നമ്മൾ ചുരുക്കപ്പേര് പറയും, അബ്രിവേഷൻ പറയും. അത് സ്ഥാപിതമായ അനർട്ട് സ്ഥാപിതമായ വർഷം 1986 അനർട്ട് സ്ഥാപിതമായത് 1986 കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ അവശേഷിക്കുന്ന മഴക്കാടുകളുടെ അവസാനത്തെ പ്രാകൃത പ്രദേശങ്ങളിലൊന്നായി അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയാണ് ഇന്ത്യയിൽ നിലവിൽ അവശേഷിക്കുന്ന മഴക്കാടുകളുടെ അവസാനത്തെ പ്രാകൃത പ്രദേശങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നത്. ഓക്കെ, ഇതെല്ലാം തന്നെയും ഏറ്റവും പുതിയ പ്രസിദ്ധീകരണത്തിൽ വന്നതാണ്. അതുകൊണ്ട് കൃത്യമായ ആൻസറുകളാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. നിങ്ങൾ എഴുതി വെച്ച് ഈ ചോദ്യങ്ങളെ കൂടി കരുതിയിരിക്കുക. നമുക്കൊരു 5000-ഓളം ടോപ്പിക്ക് പഠിക്കാതെ ഒരു 5000-ഓളം ചോദ്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയാൽ നമുക്ക് അടിപൊളിയായിരിക്കും. നിങ്ങൾ ഇപ്പം തന്നെ ഇതിനകത്തൊരു കമൻ്റ് ഇടുക. ഈ സെഷൻ നിങ്ങൾക്ക് ഗുണമാണോ? നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് വർധനവ് തോന്നുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ നമുക്കറിയാമല്ലോ, നമുക്കൊരു PSC പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് കീറാമുട്ടിയായി നിൽക്കുന്നത് എന്താണ്? നമ്മുടെ സയൻസാണ്. സയൻസ് ഒരിക്കലും പിടിതരാറില്ല. അപ്പോൾ ആ സയൻസിനെ നമ്മൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ ടോപ്പിക് SCERT ടെക്സ്റ്റ് ബുക്ക് അടക്കമുള്ള എല്ലാം എന്ന് വെച്ചാൽ ഒരു പോയിന്റ് പോലും നഷ്ടപ്പെടാതെ ഒരു സാറിൻ്റെ ഒരു 25 വർഷത്തെ എക്സ്പീരിയൻസ് കാണിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് ഈ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ. കാരണം യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്ലാസ്സാണ്. അപ്പം അതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോപ്പിക് അവിടെ തീരുകയാണ്. മനസ്സിലായോ? അത് കഴിഞ്ഞാൽ എക്സാം നടത്തുകയാണ്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ കണ്ടോ കണ്ടില്ലയോ നിങ്ങൾ അതിൻ്റെ കമൻറ്റുകളും രേഖപ്പെടുത്തുക. നമ്മൾ 500 ആൾക്കാർ ഇതിനകത്ത് കാണുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുറച്ച് ദിവസം ക്ലാസ്സുകൾ ഇടായിരുന്നുണ്ട്. ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ക്ലാസ് കയറി വരുന്നില്ല. പക്ഷേ നിങ്ങളുടെ കമൻറ്റ്, നിങ്ങൾ അതിനകത്ത് കൊടുക്കുന്ന ലൈക്ക്, നിങ്ങൾ കൊടുക്കുന്ന ഹൈപ്പ്, ഇതെല്ലാം നമ്മുടെ ചാനൽ മുൻധാരയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക് ക്ലാസ് എടുക്കുമ്പോൾ അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നിങ്ങളെ മാസ്റ്റർ ക്ലാസ് കണ്ടു കാണും. മാസ്റ്റർ ക്ലാസ്സിനകത്ത് ഓരോ കാര്യങ്ങളും വളരെ ഒരു സ്കൂൾ കുട്ടിക്ക് പോലും കൃത്യമായി മനസ്സിലാവുന്ന തരത്തിലാണ് ആ ക്ലാസ്സുകൾ ഇട്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾ അത് എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് ഹൈപ്പ് ചെയ്ത്, ഇത് ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇപ്പോൾ വരുന്നുണ്ട്, അറിയാമല്ലോ. അങ്ങനെ ഹൈപ്പ് കൊടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചാനലിൽ കയറി വരും കേട്ടോ. കാരണം കുറച്ച് ദിവസം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറേ വീഡിയോ ഇടാതിരുന്നത് കൊണ്ട് ഇച്ചിരി പുറകിലാണ്. അപ്പം എന്നിരുന്നാലും എല്ലാ ദിവസങ്ങളിലും നമുക്ക് ക്ലാസ് തരാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്കിത് ഗുണമാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെഷൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ നോക്കിയിട്ടായിരിക്കും അടുത്ത ക്ലാസ് വരുന്നത്. ഓക്കെ, നീണ്ടകരയിൽ വെച്ച് അറബിക്കടലിൽ ചേരുന്ന കായൽ ഏതാണ് എന്ന് ഉത്തരം പറയണം. ഏതാണ്? നീണ്ടകരയിൽ വെച്ച് അറബിക്കടലിൽ ചേരുന്ന കായലിൻ്റെ പേരാണ് അഷ്ടമുടിക്കായൽ. ഏതാണ്? അഷ്ടമുടിക്കായൽ. ഓക്കെ, അപ്പോൾ 28ാമത്തെ ചോദ്യം. കേരളത്തിൽ എവിടെയാണ് ഇൻ്റർനാഷണൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ ആൻഡ് പോലീസ് മ്യൂസിയം ഉള്ളത്? കേരളത്തിൽ എവിടെയാണ്? 28ാമത്തെ ചോദ്യം. ഉത്തരം മട്ടാഞ്ചേരിയിലാണ്. കേരളത്തിൽ എവിടെയാണ് ഇൻ്റർനാഷണൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ ആൻഡ് പോലീസ് മ്യൂസിയം ഉള്ളത്? ഉത്തരം മട്ടാഞ്ചേരിയിലാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 29. തിരുവനന്തപുരം കാസർഗോഡ് മലയോര ഹൈവേക്ക് സ്റ്റേറ്റ് ഹൈവേകൾക്കിടയിലെ നമ്പർ എത്രയാണ്? 29ാമത്തെ ചോദ്യം. തിരുവനന്തപുരം കാസർഗോഡ് മലയോര ഹൈവേക്ക് സ്റ്റേറ്റ് ഹൈവേകൾക്കിടയിലെ നമ്പർ എത്രയാണ്? ഉത്തരം HS 59. 30ാമത്തെ ചോദ്യം. ആദ്യത്തെ ചുവർ ചിത്ര നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് എവിടെയാണ്? ആദ്യത്തെ ചുവർ ചിത്ര നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം പറയേണ്ടത് കോട്ടയമാണ് ശരിയായ ഉത്തരം. ആദ്യത്തെ ചുവർ ചിത്ര നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോട്ടയമാണ്. 31ാമത്തെ ചോദ്യം. പഴശ്ശി കലാപത്തിൻ്റെ 1ാം ഘട്ടം എപ്പോഴാണ്? പഴശ്ശി കലാപത്തിൻ്റെ 1ാം ഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം. പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നന്നായിട്ട് പഠിക്കണം. 1793 മുതൽ 1797 വരെയാണ് പഴശ്ശി കലാപത്തിൻ്റെ 1ാം ഘട്ടം. അടുത്തത് 32ാമത്തെ ചോദ്യമാണ്. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ്? കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് 984 മകരം 1-ാം തീയതിയാണ്.
984 മകരം 1-ാം തീയതിയാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. ഓക്കെ, അടുത്തത് 33ാമത്തെ ചോദ്യമാണ്. ആരുടെ രചനയാണ് മലബാർ മാനുവൽ? ഇത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റും ഏറ്റവും കൂടുതൽ ആവർത്തിച്ച ചോദ്യമാണ്. ഉത്തരം ആരുടേതാണ്? ലോഗൻ, വില്യം ലോഗൻ്റേതാണ് മലബാർ മാനുവൽ എന്നത്. ഓക്കെ, ആ രചന അദ്ദേഹത്തിൻ്റെതാണ്. അടുത്തത് 34ാമത്തെ ചോദ്യം. ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കാർഷിക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത നവോത്ഥാന നായകൻ ആരാണ്? 34ാമത്തെ ചോദ്യമാണ്. 34 ഉത്തരം വാഗ്ഭടാനന്ദൻ. ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മമായി ശ്രദ്ധ പതിപ്പിക്കുകയും കാർഷിക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ഓക്കെ, ക്ലിയർ ആണ്. 35ാമത്തെ ചോദ്യത്തിലേക്ക്. നവോത്ഥാന നായകർ, ഓക്കെ ശ്രദ്ധിക്കണം, നവോത്ഥാന നായകർ, രചനകൾ എന്നിവയുടെ പട്ടിക കൊടുത്തിട്ടുണ്ട്. അരുൾനൂൽ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം വൈകുണ്ഠസ്വാമികൾ. നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ടോപ്പിക് ഏതാണ്? കേരള നവോത്ഥാന നായകരാണ്. അരുൾനൂൽ എന്ന് പറഞ്ഞാൽ വൈകുണ്ഠസ്വാമികളാണ്. പ്രാചീന മലയാളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ചട്ടമ്പി സ്വാമികളുടേത്. ഓക്കെ, ആത്മാനുതാപം അതാരുടേതാണ്? കാലത്തിന് മുന്നേ നടന്നകന്ന കേരള നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന ചാവറയച്ചൻ്റേതാണ്. ദർശനമാല ഗുരുവിൻ്റേതാണ്. അപ്പോൾ ഇതെല്ലാം ശരിയായതാണ്. ഓക്കെ, അപ്പോൾ നവോത്ഥാന നായകരും അവരുടെ രചനകളും കൃത്യമായി പഠിക്കേണ്ടത് ആവശ്യമാണ്. 37ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. 37 SLV-3 എന്തിന് ഉദാഹരണമാണ്? ഓക്കെ, SLV-3 എന്ന് പറയുന്നത് ഉപഗ്രഹ വിക്ഷേപണ വാഹിനിയാണ്. ഉപഗ്രഹങ്ങൾ എത്തിക്കാനുള്ള വാഹനമാണ്. അതാണ് SLV-3. അത് അങ്ങനെയാണ് ആ നമ്പർ വരിക. ഓക്കെ, നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് ഉപഗ്രഹങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഇന്ത്യയിലെ ആദ്യത്തെ 24x7 സോളാർ പവേഡ് ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട മൊതേര ഏത് സംസ്ഥാനത്താണ്? മൊതേര എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ 24x7 സോളാർ പവേഡ് ഗ്രാമമാണ്. ഇത് ഗുജറാത്തിലാണ് ഉള്ളത്. ഓക്കെ, അടുത്ത 38 ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ് മലയാളിയായ CV ആനന്ദ ബോസ്? ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ് മലയാളിയായ ഇദ്ദേഹം? ഉത്തരം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. നിങ്ങളുടെ മാർക്ക് ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. ഒരിക്കലും ഇത് കമൻറ്റ് ചെയ്യാതെ പോകരുത്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം നിർവഹിച്ചത് ആരാണ്? ഓക്കെ, ശരിയായ ഉത്തരം ഏറ്റവും കൂടുതൽ കാലം, അത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലിരുന്ന ആളിൻ്റെ പേരെന്താണ്? പറഞ്ഞേ ആരാണ്? പിണറായി വിജയനാണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 39 കഴിഞ്ഞു. അടുത്തത് 40ാമത്തെ ചോദ്യം. പ്രപഞ്ചത്തിലെ ആദ്യ നക്ഷത്രത്തിൻ്റെ രഹസ്യം കണ്ടെത്താനായി വിക്ഷേപിക്കപ്പെട്ട ബഹിരാകാശ ടെലസ്കോപ്പ് ഏതാണ്? ഓക്കെ, പ്രപഞ്ചത്തിൻ്റെ ആദ്യ നക്ഷത്രത്തിൻ്റെ രഹസ്യം കണ്ടെത്താനായി വിക്ഷേപിക്കപ്പെട്ട ബഹിരാകാശ ടെലസ്കോപ്പ് ഏതാണ്? ഉത്തരം ജെയിംസ് വെബ് എന്നാണ്. ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യത്തെ സ്വകാര്യ റോക്കറ്റിൻ്റെ പേര് എന്താണ്? അപ്പോൾ ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യത്തെ സ്വകാര്യ റോക്കറ്റിൻ്റെ പേരാണ് വിക്രം എസ്. എന്താ പേര്? വിക്രം എസ് എന്നാണ്. വിക്രം എസ്. ഇതെല്ലാം തന്നെ നമുക്ക് കൗതുകമുള്ള ചോദ്യം കൂടിയാണ് എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കിക്കോണം. ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നിവയുടെ മാതൃക കമ്പനി ഏതാണ്? ഫേസ്ബുക്ക് അതുപോലെ തന്നെ വാട്സപ്പ് എന്നിവയുടെ മാതൃക കമ്പനിയാണ് മെറ്റ. ഓക്കെ, മെറ്റ ആർട്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഉണ്ട്. തേനീച്ചകൾക്കുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിന് അംഗീകാരം നൽകിയ രാജ്യം? തേനീച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിന് അംഗീകാരം നൽകിയ രാജ്യമാണ് അമേരിക്ക. തേനീച്ചകൾക്കുള്ള ആദ്യത്തെ വാക്സിൻ. രാജ്യത്തെ 750 സ്കൂൾ വിദ്യാർത്ഥിനികൾ ചേർന്ന് രൂപകൽപ്പന ചെയ്ത ആസാദി സാറ്റ് ഉപഗ്രഹം നിർമ്മിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ്? സ്പേസ് കിഡ്സ് ഇന്ത്യ. ഏതാണ്? സ്പേസ് കിഡ്സ് ഇന്ത്യ ആണ് 750 സ്കൂൾ വിദ്യാർത്ഥിനികൾ ചേർന്ന് രൂപകൽപ്പന ചെയ്ത ആസാദി സ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം നിർമ്മിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി. അടുത്തത് 45. ഡോക്ടർ അജയ് കുമാർ ഏത് സ്ഥാപനത്തിൻ്റെ ചെയർപേഴ്സണാണ്? ഡോക്ടർ അജയ് കുമാർ ഏത് സ്ഥാപനത്തിൻ്റെ ചെയർപേഴ്സണാണ്? ഉത്തരം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർപേഴ്സണാണ് ഡോക്ടർ അജയ് കുമാർ. 46ാമത്തെ ചോദ്യം. ഇന്ത്യൻ നാവികസേനയുടെ അരാവലി നേവൽ ബേസ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ നാവികസേനയുടെ അരാവലി നേവൽ ബേസ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. 47ാമത്തെ ചോദ്യം.
മിസോറാം സംസ്ഥാനത്തിലെ ആദ്യത്തെ റെയിൽപാതയായ ബൈറാഗി സൈറാങ് ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ഉത്തരം 2025 സെപ്റ്റംബർ 13 അത് ഉദ്ഘാടനം ചെയ്തത്. ഇനി തങ്ങൾക്കുമേൽ US ചുമത്തിയ നികുതിയെ പരിഹസിച്ച് വാട്ട് ഈഫ് താരിഫ്സ് എന്ന പേരിൽ വാച്ച് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഉത്തരം സ്വിറ്റ്സർലാൻഡ് ആണ് അങ്ങനെ ഒരു വാച്ച് പുറത്തിറക്കിയത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വാച്ചുകൾ നിർമ്മിക്കുന്ന കമ്പനികളുള്ളതും സ്വിറ്റ്സർലാൻഡിലാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഏത് വർഷത്തെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് മോഹൻലാലിന് കിട്ടിയത്? ഓക്കെ, ഉത്തരം 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് മോഹൻലാലിന് കിട്ടിയത്. ഓക്കെ, അടുത്തത് 50ാമത്തെ ചോദ്യം. തന്നിരിക്കുന്നവയിൽ ഏത് കായിക സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റാണ് മിഥുൻ മൻഹാസ്? അപ്പോൾ 50 ഇവിടെ നോക്കുക, ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അവിടെയാണോ? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കായിക സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റാണ് മിഥുൻ മൻഹാസ്? ഉത്തരം ബോർഡ് ഇത് തന്നെയാണ്, ഒന്നാമത്തെ ഇത് തന്നെയാണ്. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അതിൻ്റെ എന്താ പറയുക പ്രസിഡൻ്റാണ്. നമ്മൾ ക്രിക്കറ്റ് കാണാറുണ്ട്, പക്ഷെ അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് ആ ബോർഡിലുള്ളത്, അതിൻ്റെ പ്രസിഡൻ്റ് ആരാണ്, അതിൻ്റെ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ടെന്നും നമ്മൾ നോക്കാറില്ല അല്ലേ. കോച്ച് ആരാണ്, കളിക്കുന്ന ആരൊക്കെയാണ് നമുക്കറിയാം. അടുത്തത് രാജഹംസ് എന്ന മാസികയുടെ ഉള്ളടക്കം. രാജഹംസ് എന്ന മാസികയുടെ ഉള്ളടക്കം എന്താണ്? ഇത് രാജഹംസ് പഠിച്ചു വെക്കണേ. അത് കേരള രാജ്ഭവൻ്റെ വിശേഷങ്ങളാണ് രാജഹംസ് എന്ന മാസികയുടെ ഉള്ളടക്കമായിട്ടുള്ളത്. അടുത്ത ചോദ്യം, 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ശാരദ. 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ശാരദയാണ്. 53ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഓക്കെ, ഉത്തരം ബി ആണ്, ആറളം ആണ് ശരിയായ ഉത്തരം. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടത് ആറളമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി സംഘാംഗത്തിന് രോഗം ബാധിച്ചത് കാരണം ദൗത്യം പൂർത്തിയാക്കാതെ ഭൂമിയിലേക്ക് മടങ്ങിയ സ്പേസ് എക്സിൻ്റെ ദൗത്യം എന്തായിരുന്നു? 54 ഉത്തരം ക്രൂ 11. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം 55. റോക്കറ്റിൻ്റെ ജ്വലനത്തിൽ പിഴവുണ്ടായതിനെ തുടർന്ന് പരാജയപ്പെട്ട 2026 ISROയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണ ദൗത്യമാണ് PSLV-C62. റോക്കറ്റിൻ്റെ ജ്വലനത്തിൽ പിഴവുണ്ടായതിനെ തുടർന്ന് പരാജയപ്പെട്ട 2026 ISROയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണ ദൗത്യമാണ് PSLV-C62. ഓക്കെ, അടുത്ത ചോദ്യം, വാണിജ്യ അടിസ്ഥാനത്തിൽ ലോകത്ത് ആദ്യമായി ബയോ ബിറ്റുമിൻ ഉൽപ്പാദിപ്പിച്ച രാജ്യം ഏതാണ്? വാണിജ്യ അടിസ്ഥാനത്തിലാണ്, ഉത്തരം ഇന്ത്യയാണ് ബയോ ബിറ്റുമിൻ ഉൽപ്പാദിപ്പിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക്, 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് EP രാജഗോപാലന് ആണ്. EP രാജഗോപാലനാണ് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം എവിടെയാണ് പ്രവർത്തിച്ചത്? വർക്ക് നിയർ ഹോം കേന്ദ്രം ആദ്യമായി പ്രവർത്തിച്ചത് കൊട്ടാരക്കരയിലാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്, 59ാമത്തെ ചോദ്യം, ലോകത്തെ ഏറ്റവും അധികം അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന നിലവിലെ രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. നേരത്തെ ചൈനയായിരുന്നു, ഇപ്പോൾ ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, ഏത് നിയമത്തിൻ്റെ ദുരുപയോഗം തടയുന്നതിനാണ് റോമിയോ ജൂലിയറ്റ് ചട്ടം ആ നിയമത്തിൽ കൂട്ടിച്ചേർക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്? ഉത്തരം പോക്സോ നിയമം. ഓക്കെ, പോക്സോ വളരെ സ്ട്രോങ് ആണ് ഇന്ത്യയിൽ. അടുത്തത്, ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്ന പ്രക്രിയ എന്താണ്? ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്ന പ്രക്രിയയുടെ പേരെന്താണ്? ഉത്തരം കോശശ്വസനം. ഓക്കെ, കോശശ്വസനം എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 62. ഐച്ഛികം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത്. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശികൾ ഏതാണ്? ഓക്കെ, അതാണ് രേഖാങ്കിത പേശികൾ. രേഖാങ്കിത പേശികളാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചലനം സാധ്യമാക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചുവടെ പറയുന്നവയിൽ പ്രകാശവേഗം ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ്? പ്രകാശവേഗം ഏറ്റവും കൂടിയ മാധ്യമമാണ് വായുവാണ് ഏറ്റവും പ്രകാശം വേഗത കൂടിയത്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് രൂപവൽക്കരിച്ച വർഷം എപ്പോഴാണ്? ഉത്തരം 1962. ശരിയായ ഉത്തരം 1962 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം.
അടുത്ത ചോദ്യം നോക്കൂ, സ്ട്രെപ്റ്റോമൈസിൻ ഏത് രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ്? വളരെ പ്രശസ്തമായ ഒരു ആൻറ്റിബയോട്ടിക്കാണ് സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്നത്. അത് ക്ഷയത്തിന് വേണ്ടിയിട്ടാണ് സാധാരണ സ്ട്രെപ്റ്റോമൈസിൻ ഉപയോഗിക്കുന്നത്. ഹോർമോണിൻ്റെ ധർമ്മം കൂടി നിർവഹിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഏത് വൈറ്റമിനാണ് ഹോർമോണിൻ്റെ ധർമ്മം കൂടി നിർവഹിക്കുന്നത്? ഉത്തരം വൈറ്റമിൻ ഡി ആണ്. ശരിയായ ഉത്തരം വൈറ്റമിൻ ഡി. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ലോക ശാസ്ത്ര ദിനം എന്നാണ്. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 എന്നാൽ ലോക ശാസ്ത്ര ദിനം എന്നാണ്. ഉത്തരം പറയേണ്ടത് നവംബർ 10 എന്തോന്ന്? ലോക ശാസ്ത്ര ദിനം എന്നത്. ഇനി മ്യൂച്വൽ ഇൻഡക്ഷൻ തത്വം പ്രയോജനപ്പെടുത്തിയുള്ള ഉപകരണം ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ തത്വം പ്രയോജനപ്പെടുത്തിയുള്ള ഒരു ഉപകരണമാണ് ട്രാൻസ്ഫോർമർ. ഏതാണ്? ട്രാൻസ്ഫോർമർ. അടുത്തത് 69. ഏത് ജീവിതശൈലി രോഗത്തിൻ്റെ വകഭേദങ്ങളാണ് ഗൈനോയിഡ് അതുപോലെ തന്നെ ആൻഡ്രോയിഡ്? ഇതെല്ലാം ഏത് ജീവിതശൈലി രോഗത്തിൻ്റെ വകഭേദങ്ങളാണ്? ഉത്തരം പൊണ്ണത്തടിയുടെ വകഭേദങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. 70ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്താണ് ഹിപ്പോ ക്യാമ്പസ് കാണപ്പെടുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, നമ്മുടെ തലയിലാണ് ഹിപ്പോ ക്യാമ്പസ് ഉള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. വൈഫൈ ശൃംഖലയുടെ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? വൈഫൈ എന്ന് പറഞ്ഞാൽ റേഡിയോ തരംഗങ്ങൾ. അതുകൊണ്ട് തന്നെ ശരീരത്തിന് യാതൊരു ബുദ്ധിമുട്ടും റേഡിയോ തരംഗങ്ങൾ ഉണ്ടാക്കൂല. ഓക്കെ, അതിന് പെനട്രേറ്റിംഗ് പവറൊക്കെ ഭയങ്കര കുറവാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി ഏതാണ്? ഗ്രീൻ എനർജിയാണ് നാഫ്ത, കൽക്കരി ഗ്രീൻ എനർജി അല്ല, പെട്രോളിയം ഗ്യാസ് അല്ല, ബയോഗ്യാസ് ആണ് ഗ്രീൻ എനർജി. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ യാതൊരുവിധ പൊല്യൂഷനും ഉണ്ടാക്കാത്തത് എന്നതാണ് ഗ്രീൻ എനർജി കൊണ്ട്, ഗ്രീൻ കെമിസ്ട്രി കൊണ്ടും ഉദ്ദേശിക്കുന്നത്. നമ്മൾ രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് പ്രകൃതിക്ക് എയർ വാട്ടർ പൊല്യൂഷനുകൾ ഉണ്ടാക്കാതിരിക്കണം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം. ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട വാതകം ഏതാണ് എന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോള താപനത്തിന് കാരണമാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്തത് 74. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ബഹിരാകാശ ദൗത്യങ്ങൾ വിക്ഷേപണ തീയതി ഇത് കൊടുക്കുന്നു. ശരിയല്ലാത്തത് ഏതാണ്? ചന്ദ്രയാൻ 1 2009 ഒക്ടോബർ 22. അവിടെ തന്നെയാണ് നമ്മുടെ തെറ്റിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഉത്തരം. 2009 2008 ഒക്ടോബർ 22 ശരിയല്ലാത്തത് അതാണ്. ചന്ദ്രയാൻ 3 അത് കറക്റ്റാണ്. 2023 ജൂലൈ 14. മംഗൾയാൻ കറക്റ്റാണ്. ആദിത്യ L അതും കറക്റ്റാണ്. പക്ഷേ ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 2008 ഒക്ടോബർ 22 പക്ഷെ അത് തെറ്റായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2009 എന്നാണ് കൊടുത്തിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത്? ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത് ഏത് ധാതുവാണ്? ഇരുമ്പ്, മൈക്ക, മാംഗനീസ്, ലിഗ്നൈറ്റ്. ഉത്തരം ലിഗ്നൈറ്റിനെയാണ് നമ്മൾ ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത്. ചുവടെ നമ്മൾ ചില ടോപ്പിക്കുകളുടെ പ്രത്യേകത, നമ്മൾ ചില ഭാഗങ്ങൾ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്താലും ചില ചോദ്യങ്ങൾ നമ്മളിൽ നിന്ന് ചറിയിപ്പോവും. അത് പരീക്ഷകളിൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനായിട്ട് വരും. അത് നമ്മൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ. ഇപ്പം ഈ ബ്രൗൺ ഡയമണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് കിട്ടുന്ന വേറെ കുറേ, ഇപ്പം ഇതിനകത്ത് തന്നെ നമുക്ക് സ്ഥിരം കാണുന്ന ചോദ്യങ്ങളാണെങ്കിലും അതിനകത്ത് 1-2 ചോദ്യങ്ങൾ നമുക്ക് സ്ഥിരം കാണാത്ത ചോദ്യങ്ങളുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഒരു പുതിയൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അവർക്ക് പുതുമയാണ്. ഇനി ഈ ചോദ്യങ്ങൾ മറ്റെവിടെയെങ്കിലും നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായോ? അതുകൊണ്ട് ഇങ്ങനത്തെ ഓരോ സെഷനുകളും നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതൽ വാല്യുബിളായിട്ട് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും നിങ്ങളെ എഴുതി അറിയിക്കുകയും വേണം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് ഹരിതശ്രീ? ഹരിതശ്രീ ഏതിൻ്റേതാണ്? ഉത്തരം എല്ലാം നമ്മുടെ ചാനലിൽ പണ്ട് 2019-20 കാലഘട്ടങ്ങളിൽ ഈ ഓരോ പച്ചക്കറികളുടെയും വിത്തിനങ്ങളുടെ പേരുകൾ കോഡനുസരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഹരിതശ്രീ എന്ന് പറയുന്നത് പടവലമാണ്. ഹരിതശ്രീ എന്ന് പറഞ്ഞത് പടവലമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കൊഴുപ്പുകളും എണ്ണകളും ഏതിനം ബയോമോളിക്കുകളിൽ ഉൾപ്പെടുന്നതാണ്? കൊഴുപ്പുകളും എണ്ണകളും ലിപ്പിഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടും. ലിപ്പിഡ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 78. പ്രകൃതിവാതകത്തെ ശീതീകരിച്ച് ദ്രവീകരിച്ച് സൗകര്യപ്രദമായി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം ഏതാണ്? ഓക്കെ, ഉത്തരം LNG ആണ്. പ്രകൃതിവാതകത്തെ ശീതീകരിച്ച് ദ്രവീകരിച്ച് സൗകര്യപ്രദമായി കൊണ്ടുപോകുന്നതിനുള്ള മാർഗമാണ് LNG എന്ന് പറയും. ഓക്കെ, പ്രകൃതിവാതകത്തെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ദ്രവീകരിച്ച് നമുക്ക് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറ്റാൻ.
അടുത്ത മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിൻ്റെ ഭാഗമാണ് ബൊമാൻസ് ക്യാപ്സ്യൂള്? ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ കിഡ്നിയുടേതാണ്, വൃക്കയുടെ ഭാഗമാണ്. വൃക്കയ്ക്കകത്ത് നെഫ്രോൺ ഉണ്ട്, അതിൻ്റെ അകത്ത് ഭാഗമാണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 80 അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? അതായത് എന്താ പറയുക, അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് ആരാണ്, അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? അത് അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. ശരിയായ ഉത്തരം അഡ്രിനൽ ഗ്രന്ഥിയാണ് കൃത്യമായ ഉത്തരം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മോക്ക് ടെസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക, ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ PYQ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ PSC എഴുതാനുള്ള പ്രായപരിധിയൊക്കെ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവസാനത്തെ ചാൻസാണ് എന്ന് പറയുന്നൊരു ഒരു പരാതിയോ പരിഭവമോ ഇല്ല. എല്ലാവരും ഇനി വരുന്ന പരീക്ഷകൾ നന്നായിട്ട് എഴുതുക, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണം. ഏറ്റവും നല്ല റാങ്ക്, ജോലി ഉറപ്പിക്കാൻ കഴിയുന്നൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയണം, ജോലി കിട്ടണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് ബാച്ച്, LDC ആണെങ്കിലോ അല്ലെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റോ കമ്പനി ബോർഡ് LGSോ LP UP എല്ലാത്തിൻ്റെയും ബാച്ചുണ്ട്. വളരെ ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ. എല്ലാം ഓരോ സബ്ജക്റ്റിൻ്റെയും തലതൊട്ടപ്പന്മാരാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. പക്ഷേ മാർക്കറ്റിങ്ങോ പരസ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ഇത്തിരി സമാധാനത്തോടെ നന്നായിട്ട് ഒന്ന് പഠിക്കണമെങ്കിൽ ഈ ബാച്ചുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കാം. ഇതാണ് എൻ്റെ നമ്പർ. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തതിന് ശേഷം ഞാനിത് ഫോൺ അറ്റൻഡ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിച്ച് ചോദിക്കാം. എന്നിട്ട് അതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.